ഹലോ, വെൽക്കം ടു ടേസ്റ്റി ടേൽസ് ബൈ സുഹാനി. ഇന്നൊരു തനി നാടൻ പയറുപ്പേരി ഉണ്ടാക്കി നോക്കാം നമുക്ക്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പയറ് ചെറിയതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. വെള്ളുള്ളി അല്ലി ചെറിയതായി കൊത്തി അരിഞ്ഞത്. നാളികേര കൊത്ത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത്. സവോള ചെറിയതായി അരിഞ്ഞത്. കറിവേപ്പില, ഉപ്പ്, ഉണക്കമുളക് ക്രഷ് ചെയ്ത് വെച്ചത്, അതേപോലെ കടുക് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് തന്നെ നമുക്ക് ഈ ക്രഷ് ചെയ്ത ഉണക്കമുളകിൻ്റെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എരിവിനനുസരിച്ച് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ നാളികേരത്തിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരണം. ഒരു ചെറുതായിട്ട് ഒന്ന് നാളികേരത്തിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ചെറിയതായി മൂത്ത് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഈ അരിഞ്ഞു വെച്ച ഈ സവാള കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഈ സവാളയ്ക്ക് പകരം ചെറിയ കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുത്ത് വെച്ചാൽ ഇതിലൊരു രുചിയായിരിക്കും കേട്ടോ. നമുക്കിതെന്തായാലും ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പായി വരട്ടെ. ഇതിൽ നമ്മൾ ആവശ്യത്തിന് കൊത്തുമുളകൊക്കെ ഇട്ടിട്ട് ഒരുവിധ എരിവൊക്കെ ഉണ്ട്. എന്നാലും നമുക്കിതൊന്നൊരു ഫ്രൈഡ് മണം വരാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നാളികേരവും ഉള്ളിയും ഒക്കെ ചേർന്നൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പയറ് ഒന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ. ഈ പയറിൽ നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേ ഉപ്പ് ഇനി വേണോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ ഒരു തരി വെള്ളത്തിൻ്റെ അംശമില്ലാതെ കുറേശ്ശെ മൊരിഞ്ഞ് വരുന്ന പാകത്തിന് നമുക്ക് എടുക്കാം കേട്ടോ.